ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ ആദ്യത്തെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് അമേയ് റണവാഡെ എന്ന ഇന്ത്യൻ സൂപ്പർ താരത്തെയാണ് ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത്. 2030 വരെയുള്ള ഒരു ദീർഘകാല കോൺട്രാക്റ്റ് ആണ് ക്ലബ്ബ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ ചില സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നു. 5 വർഷത്തേക്കൊക്കെ അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റ് നൽകണമായിരുന്നുവോ എന്ന സംശയം ആരാധകർ ഉന്നയിച്ചിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം ആദ്യമായി കൊണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അമേയ് റണവാഡെ സംസാരിച്ചിട്ടുണ്ട്. അതായത് താൻ വ്യക്തിഗത നേട്ടങ്ങൾക്കല്ല പ്രാധാന്യം നൽകുന്നത്, എപ്പോഴും ടീമിനാണ് താൻ പ്രാധാന്യം നൽകുന്നത് എന്നാണ് അമേയ് റണവാഡെ പറഞ്ഞിട്ടുള്ളത്. താൻ കളിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടിയാൽ പോലും താൻ വളരെയധികം ഹാപ്പി ആയിരിക്കുമെന്ന് അമേയ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രോസുകൾ നൽകുന്നതും പാസുകൾ നൽകുന്നതും അസിസ്റ്റ് നൽകുന്നതുമാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം. ഗോൾ അടിക്കലല്ല എൻ്റെ ലക്ഷ്യം. അതിനേക്കാൾ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സഹതാരങ്ങളെ സഹായിക്കലാണ്. ഞാൻ കാരണം ഏതെങ്കിലും ഒരു താരത്തിന് ആത്മവിശ്വാസം ലഭിച്ചു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള വ്യക്തി. ഞാൻ ഗോൾ അടിക്കാതെ, ഞാൻ അസിസ്റ്റ് നൽകാതെ എൻ്റെ ടീം ഗോൾ നേടുകയാണെങ്കിൽ അതിലും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ കളിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള വ്യക്തി ഞാനായിരിക്കും. കാരണം ഞാൻ ഈ ടീമിന്റെ ഭാഗമാണ്. കരിയറിൽ ഉടനീളം ഇതിന്റെ ഭാഗമായിരിക്കും. ടീമിലെ ഏറ്റവും മികച്ച താരം ഞാൻ ആയിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കളിക്കുന്ന സമയത്ത് ടീമിന് 100% നൽകിയിരിക്കും. ഇതാണ് ഇപ്പോൾ അമേയ് റണവാഡെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും അമേയ് വന്നതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ റൈറ്റ് ബാക്കിലെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമാകും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ സൈനിങ്ങുകൾ നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.